ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളൊരു നല്ലൊരു ഹെൽത്തി സ്മൂത്തിയാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് നല്ല കിടിലനായിട്ടുള്ളൊരു സ്മൂത്തിയാണ്. അപ്പം എല്ലാവർക്കും ഇത് എന്തായാലും ഇഷ്ടപ്പെടും. രാവിലെ ദോശയോ പുട്ടോ ഒന്നും ഉണ്ടാക്കാനായിട്ട് നിൽക്കേണ്ട, ഇത് മാത്രം മതി കേട്ടോ. ഇതൊരു ഗ്ലാസ് മതി. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഇതേപോലെ ഞാൻ കുറച്ച് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മൈസൂർ പഴമാണ് എടുത്തിട്ടുള്ളത്. മൈസൂർ പഴമാണ് ഇതിന് ബെറ്ററും, നല്ല ടേസ്റ്റി മൈസൂർ പഴമാണ്. അപ്പം മൈസൂർ പഴം ഇല്ലയെന്നുണ്ടെങ്കിൽ പൂവമ്പഴമോ നേന്ത്രപ്പഴമോ ഏതായാലും കുഴപ്പമില്ല. പഴം ഇതേപോലെ ഞാനിതാ 5 പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം മൊത്തം പഴം ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഉണ്ടാക്കാനായിട്ട് നോക്കണം. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ഇത് മൊത്തം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കിത് മൊത്തം ഇട്ട് കൊടുക്കുക. ഒട്ടും വെള്ളം ഒഴിക്കാനായിട്ട് പാടില്ല. ഇതേപോലെ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആവശ്യമുണ്ട്. അതിനായിട്ട് 1 കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത്. അവിൽ ഏതായാലും കുഴപ്പമില്ല, വറുത്തതോ വറുക്കാത്തതയോ വെള്ളയോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. 1 കപ്പ് അവിലെടുക്കുക. സെയിം പാത്രത്തിൽ തന്നെ നമുക്ക് 1 കപ്പ് ഓട്സ് കൂടി എടുക്കണേ. അപ്പോൾ ഇതേപോലെ 1 കപ്പ് ഓട്സ് കൂടി എടുത്തിട്ടുണ്ട്. ഓട്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ഹെൽത്തി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് മധുരം ചേർക്കേണ്ടതില്ല. അപ്പം ഞാൻ മക്കൾക്ക് വേണ്ടതുകൊണ്ട് 1 സ്പൂൺ മാത്രം പഞ്ചസാര ഇട്ട് കൊടുത്തിന്. അപ്പോൾ നിങ്ങൾക്ക് മധുരം ഇടാതെ ഇത് ഉണ്ടാക്കിയെടുക്കാം. മധുരം ഇടാതെയാണ് ഇത് നമുക്ക് ടേസ്റ്റ് ആയാലും നമ്മുടെ ശരീരത്തിനായാലും നല്ലത്. ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബദാമാണ് ആവശ്യമുള്ളത്. ബദാം അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2-1 ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഞാൻ ഇത് കുറച്ച് ബദാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബദാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നല്ല ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇത് മൊത്തത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. നമ്മളെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് മുങ്ങുന്ന രീതിയിൽ മാത്രം പാലായാലും വെള്ളമായാലും, നമ്മളെപ്പോഴും ജ്യൂസ് അടിക്കുമ്പോൾ ഇതേപോലെ നിറയെ വെള്ളമായാലും പാലായാലും ഒഴിച്ചു കൊടുക്കാതെ ഇത് നമ്മൾ അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാത്രം ഈ ഇൻഗ്രീഡിയൻസിന് ആവശ്യമുള്ളത് മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നാലും നമുക്ക് നന്നായിട്ട് അടിഞ്ഞു കിട്ടുള്ളൂ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം. ഞാൻ ഇത് പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് ക്രീമി ആക്കിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനാണ് നമ്മൾ എപ്പോഴും ജ്യൂസ് അടിക്കുമ്പോൾ വെള്ളം കൂടുതലായിട്ട് ഒഴിക്കാതെ ആദ്യം തന്നെ നമ്മൾ എന്താണോ ജ്യൂസ് അടിക്കുന്നത് അത് നന്നായിട്ട് ഇതേപോലെ അഴിഞ്ഞു കിട്ടാൻ മാത്രം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇത് നല്ല ക്രീമി ആയിട്ട് പേസ്റ്റായിട്ട് എല്ലാം കൂടി അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിന് 1 കപ്പ് പാലാണ് ഞാൻ ചൂടാക്കി എടുത്തിട്ടുള്ളത്. അതിനുശേഷം ബാക്കിയുള്ള പാൽ ഇതേപോലെ തണുത്ത പാലെടുക്കട്ടെ. അപ്പം നിങ്ങൾ ഇതേപോലെ തണുത്ത പാൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക. കട്ടപ്പാലും കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റിയാണ്. അപ്പം ഞാൻ പകുതി കട്ടയായിട്ടും പകുതി കട്ടയാകാതെയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്മൂത്തി ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റും നല്ലൊരു വെറൈറ്റിയും നല്ല അടിപൊളി ഒരു സ്മെല്ല് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പം നമ്മളെ മക്കൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തായാലും അല്ലാതെയും രാവിലെയും വൈകുന്നേരവും രാത്രിക്കായാലും നമുക്കിതൊരു ഗ്ലാസ് മാത്രം മതി കേട്ടോ. ഞാൻ ഇത് ഓരോ ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ഹെൽത്തി ആയതുകൊണ്ട് തന്നെ നമ്മൾ പുട്ടും ദോശയും അങ്ങനെയുള്ളതെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ എണ്ണയുള്ളതും എണ്ണയില്ലാത്ത പലഹാരങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇതേപോലെ ഓരോ ഗ്ലാസ് സ്മൂത്തി കുടിച്ചാൽ മതി കേട്ടോ. ഉച്ച വരെ നമുക്ക് വേറൊന്നും ആവശ്യമുണ്ടാവില്ല. നമ്മളെ ശരീരത്തിന് നല്ല എനർജി കിട്ടാനും ശരീരത്തിലെ കുളിരേകാനും ശരീരത്തിന് നമുക്ക് നല്ലൊരു പവർ കിട്ടാനും വേണ്ടിയിട്ട് ഇതൊരു ഗ്ലാസ് മാത്രം മതി കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചുകൂടി മൊഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതേപോലെ ബദാം പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള മൊഞ്ച് സ്മൂത്തി ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമല്ല ആവശ്യമുള്ളൂ. നിങ്ങളിത് പെട്ടെന്ന് തയ്യാറാക്കാൻ നമ്മളെ മക്കൾക്കും മുതിർന്നവർക്കും പ്രായമുള്ളവർക്കും ഏത് പ്രായക്കാർക്കും ഇത് കുടിക്കാൻ നിങ്ങൾക്ക് ധൈര്യത്തിൽ കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ.
നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാം ഇതിലേക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.